GST പോർട്ടലിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനെ പറ്റി ഒരു പുതിയ അപ്ഡേറ്റാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. GSTN പുതിയൊരു അഡ്വൈസറി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അഡ്വൈസറി ഫോർ ഫർണിഷിംഗ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ബൈ രജിസ്റ്റേർഡ് ടാക്സ് പേയേഴ്സ് അണ്ടർ റൂൾ 10A ഓഫ് ദി സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് റൂൾസ് 2017. GST രജിസ്റ്റേർഡ് ടാക്സ് പേയേഴ്സ് എല്ലാവരും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ GST പോർട്ടലിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമുക്ക് ഡാഷ്ബോർഡിൽ വ്യൂ പ്രൊഫൈലിൽ ബാങ്ക് അക്കൗണ്ട് സ്റ്റാറ്റസ്, ഇവിടെ താഴെ ബാങ്ക് അക്കൗണ്ട് സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഗ്രീൻ കളർ ടിക്ക് മാർക്ക് ഉണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അപ്ഡേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ ഗ്രീൻ കളർ ടിക്ക് മാർക്ക് വേണം. പുതുതായി GST രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ടാക്സ് പേയേഴ്സ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് 30 ദിവസത്തിനുള്ളിൽ നിർബന്ധമായി ഫർണിഷ് ചെയ്യണം. ഇല്ലെങ്കിൽ ടാക്സ് പേയറുടെ GST രജിസ്ട്രേഷൻ സസ്പെൻഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനുവേണ്ടി ഫോം GST REG 31 എന്ന ഫോമിൽ ഇൻറ്റിമേഷൻ ടാക്സ് പേയേഴ്സിന് ഇഷ്യൂ ചെയ്യും. അതുപോലെ തന്നെ ടാക്സ് പേയേഴ്സിന് അടുത്ത റിട്ടേൺ പീരീഡിൽ GSTR 1 IFFO ഫയൽ ചെയ്യാൻ പറ്റില്ല. സസ്പെൻഷൻ റിവോക്ക് ചെയ്യണമെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് GST രജിസ്ട്രേഷൻ്റെ സസ്പെൻഷൻ റിവോക്ക് ചെയ്യും. അത് സിസ്റ്റം തന്നെ GST രജിസ്ട്രേഷൻ്റെ സസ്പെൻഷൻ റിവോക്ക് ചെയ്യും. അതുപോലെ ഫോം REG 31 ഇഷ്യൂ ചെയ്തിട്ട് 30 ദിവസത്തിനുള്ളിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രോപ്പർ ഓഫീസർക്ക് GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു അധികാരം ഉണ്ട്. അതുകൊണ്ട് തന്നെ ടാക്സ് പേയേഴ്സ് GST രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫർണിഷ് ചെയ്ത് GST രജിസ്ട്രേഷൻ കിട്ടി ആ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ GST പോർട്ടലിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.